ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കാണാൻ പോകുന്നൊരു സംഭവമാണ്. തമിഴിൽ കണ്ടപ്പോൾ കാര്യം മനസ്സിലാക്കില്ലേ, അത് സൾഫർ സ്പ്രിങ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് ഒമാനിൽ ഒന്നിലധികം സൾഫർ സ്പ്രിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മളിന്ന് പോകുന്നത് അൽഹിൻ സൾഫർ സ്പ്രിങ് ബിദ്ബിദിലുള്ളതാണ്. ഇങ്ങോട്ട് പോരുമ്പോൾ ലൊക്കേഷൻ ഇട്ട് പോകുന്നുള്ളൂ കേട്ടോ. ലൊക്കേഷൻ നമ്മൾ ഡയറക്റ്റ് ഇവിടെ തന്നെ എത്തും. വണ്ടി പാർക്ക് ചെയ്യുക, കുറച്ചൊന്ന് താഴേക്ക് നടക്കുക. ഒരു ഐഡിയ പറഞ്ഞുതരാണെങ്കിൽ നമ്മൾ റോട്ടിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും ഇവർ സൾഫറും കൊണ്ട് ഈ പാറയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവും. പക്ഷെ ഞാനത് വിചാരിച്ചിരുന്നത് പെയിൻ്റാണെന്നാണ് കേട്ടോ. അങ്ങനെ ബുദ്ധിപരമായി ഞാനൊന്ന് ചിന്തിച്ചായിരുന്നു, പക്ഷെ അത് സൾഫറായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. നമ്മൾ പോയ സമയത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് പറ്റിയ ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം. ഇതാണ് കറക്റ്റ് ടൈം. നമ്മളൊരു നട്ടു ഉച്ചയ്ക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല പൊരി വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമുക്ക് അധികം വലിയ ചൂട് അനുഭവപ്പെട്ടില്ല. പക്ഷെ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ സീസണല്ലല്ലോ, പിന്നെ മഴയൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ടായിരിക്കും വെള്ളം ഭയങ്കര കുറവായിരുന്നേ. അപ്പോൾ പേരിന് ഇതാണ് സൾഫർ സ്പ്രിംഗ് എന്ന് കാണാൻ പറ്റും എന്നുള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒഴുകാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം അതിനകത്ത് വെള്ളത്തിൽ കിടന്ന് കളിക്കാനൊക്കെ ഒരു മടിയായിരുന്നു. കാരണം വെള്ളം ഒഴുകി പോകുന്നില്ലല്ലോ, കെട്ടിക്കിടക്കുകയാണല്ലോ. സംഭവം സൾഫർ ആയതുകൊണ്ട് തന്നെ ചെറിയ തോതിൽ എക്രോട്ടൻ സ്മെൽ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ വലുതായിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു രീതിയിൽ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ സൾഫറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിൻ കണ്ടീഷൻസിനൊക്കെ, എന്തെങ്കിലും ആക്നെ, അതിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ജോയിൻറ്റ് പെയിൻ, മസിൽ സ്റ്റിഫ്നെസ്, ആർത്രൈറ്റിസ്, ഇതിനൊക്കെ നല്ലൊരു റെമഡിയാണ്. പിന്നെ ഈ സിൽവർ ആംഗ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. കാരണം സംഭവത്തിൻ്റെ കളർ അങ്ങ് മാറാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ പോയ സമയത്തുണ്ടായിരുന്ന ആ ഒരു കുട്ടീൻ്റെ കാലിലൊരു വെള്ളി പതച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് വെള്ളത്തിൽ നമ്മൾ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട. കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ ബെറ്റർ അതൊന്നും മുഖത്ത് തേക്കാണ്ടിരിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എല്ലാവരും പിടിച്ച് മുഖത്തൊക്കെ തേക്കുന്നത്. പക്ഷേ എനിക്കിത് അങ്ങോട്ട് തേക്കാൻ എൻ്റെ മനസ്സങ്ങ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം കണ്ടില്ലേ, ഇതും വെള്ളമൊന്നുമില്ല, ഇങ്ങനെ കിടക്കുകയാണ്, ഒട്ടും ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി. കാരണം നമ്മുടെ മുഖം, നമ്മുടെ സ്കിന്നൊക്കെ അല്ലേ, പെട്ടെന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലോ ഒന്നും ഞാൻ റിസ്ക് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും വൂണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കുറച്ച് സൾഫർ സ്പ്രിംഗ് വിശേഷങ്ങൾ കണ്ടിട്ട് വരൂ. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ പോകുന്നവർ ശ്രദ്ധിക്കുക, ഒന്നെങ്കിൽ രാവിലെ പോവുക അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോവുക കേട്ടോ. പിന്നെ ഈ പോരുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു മാർക്കറ്റ് ആയിരുന്നു. ഇന്ന് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ടായെന്ന് തോന്നുന്നു, മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.